നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. മിഡിൽ ഈസ്റ്റിലെ അമേരിക്കൻ സേനാ താവളങ്ങൾക്ക് നേരെ ആക്രമണം നടത്താൻ ഇറാൻ. ഇനി നമ്മുടെ ഊഴമാണ്. US നാവികസേനയ്ക്ക് നേരെ മിസൈൽ ആക്രമണം നടത്താനും ഹോർമുസ് ഉപരോധിക്കാനും ഇറാൻ തീവ്രവാദി ആഹ്വാനം ചെയ്തിരിക്കുന്നു. ഇറാനിലെ ഫോർഡോ ആണവ കേന്ദ്രം ഉൾപ്പെടെ 3 ആണവ കേന്ദ്രങ്ങൾ തകർത്ത അമേരിക്കയ്ക്കെതിരെ കൃത്യമായ തിരിച്ചടി ഉണ്ടാകുമെന്നാണ് ഇപ്പോൾ ഇറാൻ്റെ മുന്നറിയിപ്പ്. ഇറാൻ പരമോന്നത നേതാവിൻ്റെ ഏറ്റവും അടുത്ത ഉപദേഷ്ടാവാണ് ഇപ്പോൾ അമേരിക്കയ്ക്ക് മുന്നറിയിപ്പ് നൽകിയത്. ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ സാക്ഷാൽ അലി ഖമനേയി തന്നെ അമേരിക്കയ്ക്ക് മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഇറാൻ പ്രസിഡന്റ് പെസഷ്ക്യാനും അമേരിക്കയോട് സൂക്ഷിക്കാൻ ആവശ്യപ്പെട്ടിരുന്നു. ഇറാൻ ശക്തമായി പ്രതികരിക്കണമെന്ന കടുത്ത നിലപാടുള്ള ആളാണ് കെയ്ഹാൻ പത്രത്തിൻ്റെ എഡിറ്റർ ഇൻ ചീഫ് ഹൊസൈൻ ശരിയത്ത് മദാരി അലി ഖമനേയിയുടെ അടുത്ത ഉപദേഷ്ടാവാണ്. അലി ഖമനേയി ഉന്നത കമാൻഡർമാരുമായി പോലും ഇപ്പോൾ ബന്ധപ്പെടുന്നില്ല. ഭൂഗർഭ അറയിൽ സുരക്ഷിതരായിരിക്കുകയാണ്. എന്നാൽ അലി ഖമനേയിയെ തങ്ങൾ വളഞ്ഞുവെന്നാണ് ഇസ്രയേൽ പറയുന്നത്. അമേരിക്കൻ ആക്രമണങ്ങളെ തുടർന്ന് ഇസ്രയേലിൽ വലിയ ആഘോഷങ്ങൾ. ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട എണ്ണ ഷിപ്പിംഗ് പാതകളിൽ ഒന്നാണ് ഹോർമുസ് കടലിടുക്ക്, ഇറാനോട് ചേർന്നുള്ള കടൽ പ്രദേശം. ഇത് തടയാനുള്ള ഏതൊരു നീക്കവും ആഗോള എണ്ണവില കുതിച്ചുയരുന്നതിന് കാരണമാകും. ചെങ്കടലിലൂടെ യാത്ര ചെയ്യുന്ന അമേരിക്കൻ കപ്പലുകൾ കടലിൽ താഴ്ത്തുമെന്നാണ് ഹൂതികളുടെ മുന്നറിയിപ്പ്. എന്നാൽ ഇത്തരം ഭീഷണികളെ പരിഹാസത്തോടെ പുച്ഛിച്ച് തള്ളുകയാണ് അമേരിക്ക. ഏതെങ്കിലും തലത്തിൽ ഇനി അമേരിക്കയെ മാന്തിയാൽ ഇറാനിൽ ഞങ്ങൾ വിതയ്ക്കുന്നത് അതിശക്തമായ തിരിച്ചടിയായിരിക്കുമെന്ന് അമേരിക്ക ഓർമ്മപ്പെടുത്തുന്നു. ആണവ കേന്ദ്രങ്ങളിൽ അമേരിക്ക നടത്തിയത് വെറും സാമ്പിൾ വെടിക്കെട്ട് മാത്രം. അതിലപ്പുറം അതിശക്തമായ ആക്രമണങ്ങൾക്ക് അമേരിക്ക മുതിരുമെന്നാണ് ഡൊണാൾഡ് ട്രംപ് പറയുന്നത്. ഇനി എണ്ണക്കപ്പലുകൾ യൂറോപ്പിലേക്ക് കടക്കാൻ സമ്മതിക്കില്ല എന്നതായിരിക്കാം ഇറാൻ്റെ നിലപാട്. അങ്ങനെയെങ്കിൽ തികച്ചും ആത്മഹത്യാപരമായ നിലപാടിലേക്ക് ഇറാൻ എന്ന രാജ്യം കൂപ്പുകുത്തും. ഇറാഖിന് സമാനമായ അവസ്ഥ ഇറാനെയും കാത്തിരിക്കുന്നുവെന്ന് വ്യക്തമാക്കുന്നതാണ് ഏറ്റവും പുതിയ സംഭവ വികാസങ്ങൾ. പ്രോക്സികളെ ഉപയോഗിച്ച് ഇസ്രയേലിനെ ആക്രമിക്കാനിറങ്ങിയ ഇറാൻ ശക്തമായി പ്രോക്സി നിരയെ വളർത്തുന്നതിലും അവർക്ക് ഫണ്ട് നൽകുന്നതിലും കുറേ കാലമായി ഇറാൻ ശ്രദ്ധിച്ചു പോന്നു. ഒടുവിൽ ഇറാൻ്റെ പ്രോക്സികളായ ഹിസ്ബുള്ളയെയും ഹൂതികളെയും ഹമാസിനെയുമൊക്കെ നിരായുധരാക്കുന്നതിൽ ഇസ്രയേൽ വിജയിച്ചു. അതിൻ്റെ തുടർച്ചയാണ് ഇപ്പോൾ ഇറാനെതിരെ നടക്കുന്ന നേരിട്ടുള്ള ആക്രമണങ്ങൾ. കഴിഞ്ഞ 4 പതിറ്റാണ്ടുകളായി ഇറാൻ ആണവായുധ നിർമ്മാണത്തിൽ മുഴുകിയിരിക്കുന്നു. ആണവ ബോംബുണ്ടാക്കുന്നതിൻ്റെ അവസാന ഘട്ടത്തിൽ എത്തി നിൽക്കുമ്പോഴാണ് ഇസ്രയേൽ ഇറാനിൽ കയറി തങ്ങളുടെ ആക്രമണങ്ങൾ തുടങ്ങുന്നത്. ഇറാനെ ആണവശക്തിയായി വികസിപ്പിക്കാൻ തങ്ങൾ അനുവദിക്കില്ല എന്ന കടുത്ത നിലപാടാണ് ഇസ്രയേൽ കൈക്കൊണ്ടത്. ഇറാൻ ആണവശക്തിയായാൽ ഇസ്രയേൽ എന്ന ചെറു രാജ്യം ഭൂമുഖത്തുണ്ടാകില്ല എന്ന് ഇസ്രയേൽ ഭയക്കുന്നു. നമ്മുടെ വരും തലമുറയ്ക്കും ഇവിടെ ജീവിക്കണമെങ്കിൽ നമ്മൾ ശക്തമായ നിലപാടെടുക്കണമെന്ന് ബെന്യാമിൻ നെതന്യാഹു ഇസ്രയേലിലെ ജനങ്ങളോട് പറഞ്ഞിരുന്നു. ഹോർമുസ് കടലിടുക്ക് ഉപരോധിക്കാൻ ഏതെങ്കിലും തലങ്ങളിൽ ഇറാൻ ശ്രമിച്ചാൽ ഭവിഷ്യത്തുകൾ ഭയാനകമായിരിക്കുമെന്ന് അമേരിക്ക വീണ്ടും ഓർമ്മപ്പെടുത്തുന്നു. US നാവികസേനയുടെ 5ാം കപ്പൽപ്പടയുടെ ആസ്ഥാനം ബഹ്റിനിലാണ്. ബഹ്റിനിലേക്ക് അമേരിക്കയ്ക്ക് കടക്കണമെങ്കിൽ ഹോർമുസ് കടലിടുക്കിലൂടെ മാത്രമേ സാധിക്കൂ. അമേരിക്കയുടെ വമ്പൻ യുദ്ധക്കപ്പലുകൾ എപ്പോഴും യാത്ര ചെയ്യുന്ന പ്രദേശമാണ് ഹോർമുസ് കടലിടുക്ക്. ചെങ്കടലിലും ഹോർമുസ് കടലിടുക്കിലും യുദ്ധസമാന സാഹചര്യങ്ങളുണ്ടായാൽ അതിൻ്റെ ഭവിഷ്യത്തുകൾ ഭയാനകമായിരിക്കുമെന്ന് അമേരിക്കയും ഇസ്രയേലും ഓർമ്മപ്പെടുത്തുന്നു ഇറാനെ. ഒരു വശത്ത് ഹോർമുസ് കടലിടുക്ക്, മറുവശത്ത് ചെങ്കടൽ, അറേബ്യൻ പെനിൻസുലയെയും വടക്കൻ ആഫ്രിക്കയെയും വേർതിരിക്കുന്ന കടലിടുക്ക്. ആധുനിക കാലത്ത് ലോകത്തിലെ ഏറ്റവും തിരക്കേറിയ ചരക്ക് നീക്ക് പാതയാണിത്. ഈജിപ്തിൻ്റെ ഉടമസ്ഥതയിലുള്ള സൂയസ് കനാൽ വഴി ചെങ്കടലിലൂടെയാണ് ഇപ്പോൾ മിക്ക ചരക്ക് നീക്കങ്ങളും. ഇറാനെ അമേരിക്ക ആക്രമിച്ചാൽ അമേരിക്കയ്ക്ക് നേരെ തിരിച്ചടിക്കുമെന്ന് ഹൂതികളും ഇറാൻ പ്രോക്സികളുമൊക്കെ നേരത്തെ മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഖത്തേബ് ഹിസ്ബുള്ള ഉൾപ്പെടെയുള്ളവർ അമേരിക്കയെ വിരട്ടാൻ ചില മുന്നറിയിപ്പുകളുമായി രംഗത്തെത്തിയിരുന്നു. എന്നാൽ ഇത്തരം മുന്നറിയിപ്പുകളും ഭീഷണികളുമൊക്കെ പരിഹസിച്ച് തള്ളിയാണ് ഇക്കഴിഞ്ഞ രാത്രി ട്രംപിൻ്റെ സേന നടത്തിയ അത്യപൂർവ ആക്രമണം. അരനൂറ്റാണ്ടിലേറെയായി ലോകത്തിലെ ഏറ്റവും പ്രധാന ഊർജ്ജ ഇടനാഴിയായി വർത്തിക്കുന്ന ഇടമാണ് ഹോർമുസ് കടലിടുക്ക്. പേർഷ്യൻ ഗൾഫിനെ ഗൾഫ് ഓഫ് ഒമാൻ, അറബിക്കടൽ എന്നിവയുമായി ബന്ധിപ്പിക്കുന്ന ഇടുങ്ങിയ ജലപാത 21 നോട്ടിക്കൽ മൈൽ മാത്രമാണ് ഇതിൻ്റെ വീതി.
2024 ഏപ്രിൽ മാസത്തിൽ ഇസ്രായേൽ ഇറാനെ ആക്രമിച്ചിരുന്നു. തുടർന്ന് ഹോർമുസ് കടലിടുക്ക് തങ്ങൾ അടച്ചിടുമെന്ന് ഇറാൻ ഭീഷണി മുഴക്കി. ഹോർമുസ് കടലിടുക്കിൽ വെച്ച് ഇസ്രായേൽ കപ്പലായ MSC കപ്പൽ ഇറാൻ റവല്യൂഷണറി ഗാർഡ് പിടിച്ചെടുത്തിരുന്നു. ഒരൊറ്റ രാത്രി കൊണ്ട് ഇറാൻ തകർന്നടിയുന്ന കാഴ്ചയാണ് ലോകത്തിന് മുന്നിൽ. ഒരു തിരിച്ചടിക്ക് ഇറാൻ ശ്രമിക്കുകയെന്നാൽ ഇറാനിന് നേർക്ക് അതിമാരകമായ ആക്രമണങ്ങൾക്ക് മുതിരും അമേരിക്കയും ഇസ്രയേലും. ആണവ പദ്ധതികൾക്കെതിരായ ഇസ്രയേൽ പോരാട്ടത്തിൽ അമേരിക്കയും ഒപ്പം ചേർന്നിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇറാൻ ഇനി യുദ്ധരംഗത്ത് പിടിച്ചു നിൽക്കുക ഒട്ടും എളുപ്പമല്ല. ഇറാനിലെ ഫോർഡോ, നതാൻസ്, ഇസ്ഫഹാൻ ആണവ കേന്ദ്രങ്ങൾക്ക് നേരെയാണ് അമേരിക്കൻ ബോംബറുകൾ അതിമാരകമായ ബോംബാക്രമണം നടത്തിയത്. B2 ബോംബറുകൾ മാരകമായ ബങ്കർ ബസ്റ്റർ ബോംബുകളാണ് ഈ ആണവ നിലയങ്ങൾക്ക് നേരെ പ്രയോഗിച്ചത്. ടോമഹാക്ക് മിസൈലുകളടക്കം അമേരിക്ക പ്രയോഗിച്ചു. ഇറാന് നേർക്ക് ഇസ്രായേൽ ഒരാഴ്ചയിലേറെ ഒറ്റയ്ക്ക് നീണ്ടുനിന്ന യുദ്ധം ഒടുവിൽ നേരിട്ട് യുദ്ധത്തിൽ ഉൾപ്പെടുത്താൻ അമേരിക്കയും കൂടി ഒപ്പം ചേർന്നിരിക്കുന്നു. ഇത്തരമൊരു ആക്രമണത്തിന് അമേരിക്കയ്ക്ക് വഴിയൊരുക്കാൻ ഇസ്രായേലിന് സാധിച്ചു. അതുതന്നെയാണിപ്പോൾ ട്രംപിൻ്റെയും നെതന്യാഹുവിൻ്റെയും വിജയം. ആദ്യ ദിവസം തന്നെ മൊസാദിൻ്റെ ചാരക്കണ്ണുകൾ ഇറാന് വരിഞ്ഞു മുറുക്കി. ഇറാൻ്റെ ഉന്നത ഉദ്യോഗസ്ഥരും സൈനിക നേതൃത്വവുമൊക്കെ കൊല്ലപ്പെടുന്ന കാഴ്ചയായിരുന്നു ആദ്യ ദിവസങ്ങളിൽ നമ്മൾ കണ്ടത്. ഇറാൻ്റെ മണ്ണിൽ തന്നെ തങ്ങളുടെ സംവിധാനങ്ങൾ ഉറപ്പിച്ച് മൊസാദ് ആക്രമണങ്ങൾക്ക് തുടക്കമിട്ടു. തൊട്ടു പിന്നാലെ ഇസ്രയേലിൻ്റെ ബോംബർ വിമാനങ്ങൾ ഇറാൻ വ്യോമമേഖല കീഴടക്കി. ടെല്ലവീവ് മുതൽ ടെഹ്റാൻ വരെ വ്യോമ ഇടനാഴി സൃഷ്ടിച്ചെടുത്തുകൊണ്ടാണ് ഇത്തരമൊരു ആക്രമണ പരമ്പരയ്ക്ക് ഇസ്രയേൽ തുടക്കമിട്ടത്. മറുവശത്ത് ഇറാൻ ആദ്യഘട്ടത്തിൽ പതറിയെങ്കിലും തുടർന്ന് തങ്ങളുടെ കൈവശമുള്ള ബാലിസ്റ്റിക് മിസൈലുകൾ ഉപയോഗിച്ച് ഇസ്രായേലിന് നേർക്ക് കുറേയേറെ ആക്രമണം നടത്തി. ഈ ആക്രമണം തങ്ങൾ നേരത്തെ പ്രതീക്ഷിച്ചതായിരുന്നുവെന്നാണ് ഇസ്രായേൽ വ്യക്തമാക്കിയത്. ഇറാൻ ആക്രമണങ്ങളെ ഫലപ്രദമായി ഇസ്രായേലിൻ്റെ വ്യോമ പ്രതിരോധം സംരക്ഷിച്ച് പ്രതിരോധിച്ച് നിർത്തിയെങ്കിലും ചില മിസൈലുകൾ ഇസ്രായേലിൻ്റെ പല ഭാഗങ്ങളിൽ പതിച്ചു. ഇസ്രായേലിൻ്റെ ഓപ്പറേഷനിൽ അമേരിക്ക പങ്കുചേരുമെന്ന് തുടക്കം മുതൽ ലോകം സംശയിച്ചിരുന്നു. എന്നാൽ യാതൊരുവിധ സംശയങ്ങൾക്കും ഇട നൽകാതെ അമേരിക്കയില്ലെങ്കിലും തങ്ങൾ ഒറ്റയ്ക്ക് യുദ്ധം ചെയ്യുമെന്ന് ഇസ്രായേൽ ഇന്നലെ പ്രഖ്യാപിച്ചു. ഇതൊക്കെ യുദ്ധതന്ത്രങ്ങളുടെ ഭാഗമായിരുന്നു എന്ന് വ്യക്തമാക്കുന്നതാണ് ഇപ്പോഴത്തെ സംഭവ വികാസങ്ങൾ. ഇന്ന് രാത്രി ആക്രമണങ്ങൾ അതിശയകരമായ സൈനിക വിജയമായിരുന്നുവെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞത് വെറുതെയല്ല. ഇറാൻ്റെ ആണവ കേന്ദ്രങ്ങൾക്ക് ശക്തമായ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കാൻ അമേരിക്കൻ ആക്രമണങ്ങളിലൂടെ കഴിഞ്ഞു. യുദ്ധത്തിൻ്റെ ആന്തരിക ഫലം കൊയ്യണമെങ്കിൽ ഇസ്രയേൽ ഇനിയും ഏറെ വിയർപ്പൊഴുക്കേണ്ടതുണ്ട്. ഇറാൻ്റെ ആണവശേഷി തകർത്തതിന് ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിച്ച ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു, ഇത് അമേരിക്കയ്ക്ക് മാത്രം കഴിയുന്ന ശക്തിയാണ്. ഇത് പൂർണ്ണമായും ഇസ്രയേൽ അംഗീകരിക്കുകയും ചെയ്തിരുന്നു. ഇറാൻ്റെ ഭൂഗർഭ ആണവ കേന്ദ്രങ്ങൾ തകർക്കുന്നതിന് അമേരിക്കൻ ബോംബറുകളും അമേരിക്കൻ യുദ്ധവിമാനങ്ങളും തങ്ങൾക്ക് ആവശ്യമാണ് എന്ന് നേരത്തെ തന്നെ ഇസ്രയേൽ വ്യക്തമാക്കിയിരുന്നു. അമേരിക്കയുടെ പക്കലുള്ള B2 ബോംബർ വിമാനങ്ങൾ ഉപയോഗിക്കാൻ സാധാരണ മറ്റ് രാജ്യങ്ങളെ അനുവദിക്കാറില്ല. അമേരിക്ക നേരിട്ട് പങ്കെടുക്കുന്ന ആക്രമണങ്ങളിലെ ഈ യുദ്ധവിമാനങ്ങൾ വ്യാപകമായി ഉപയോഗിക്കപ്പെട്ടിട്ടുള്ളൂ. ആക്രമണത്തിന് 30,000 പൗണ്ട് ശക്തിയുള്ള ബോംബുകൾ വഹിക്കാൻ കഴിയുന്ന അതിമാരകമായ ബോംബർ വിമാനം. ഇറാൻ ഭയപ്പെടേണ്ട പലതും ഇപ്പോൾ മേഖലയിൽ ശക്തമായി നിലകൊള്ളുന്നു. ഒരു വശത്ത് അമേരിക്കൻ അന്തർവാഹിനികൾ, മറുവശത്ത് ഇസ്രായേലിൻ്റെ അന്തർവാഹിനികൾ. ആകാശ കോട്ടകെട്ടി ഇപ്പോൾ ഇറാനെതിരെ ആക്രമണം തുടരുകയാണ് ഇസ്രായേൽ. വ്യോമമേഖല പൂർണ്ണമായും തങ്ങളുടെ കൈകളിലാണ് എന്ന് ഇസ്രയേൽ അവകാശപ്പെടുമ്പോൾ അത്യന്തം ആക്രമണകാരികളായ പോർജെറ്റുകളെ പ്രതിരോധിക്കാൻ ഇറാന് കഴിയുന്നില്ല. ഓപ്പറേഷൻ റൈസിംഗ് ലൈനിൽ ഇസ്രയേൽ ശരിക്കും അത്ഭുതകരമായ പല കാര്യങ്ങളും ചെയ്തു. എന്നാൽ ഇന്ന് രാത്രി ഇറാൻ്റെ ആണവ കേന്ദ്രങ്ങൾക്കെതിരായ നടപടിയിൽ അമേരിക്ക യഥാർത്ഥത്തിൽ മറികടക്കാനാവാത്ത ശക്തിയാണ് ഇന്ന് ലോകത്തിന് കാട്ടിക്കൊടുത്തു. ഭൂമിയിലെ മറ്റൊരു രാജ്യത്തിനും ചെയ്യാൻ കഴിയാത്തത് അവർ ചെയ്തു. ലോകത്തിലെ ഏറ്റവും അപകടകരമായ ഭരണകൂടത്തെ, ലോകത്തിലെ ഏറ്റവും അപകടകരമായ ആയുധങ്ങളെ നിഷേധിക്കാൻ പ്രസിഡന്റ് ട്രംപ് പ്രവർത്തിച്ചുവെന്ന് ചരിത്രം രേഖപ്പെടുത്തുമെന്നാണ് നെതന്യാഹു പറഞ്ഞത്. ഫോർഡോ ആണവ കേന്ദ്രത്തിന് നേർക്കുള്ള ആക്രമണം ഇറാൻ വാർത്താ ഏജൻസി സ്ഥിരീകരിച്ചു. നതാൻസിനെയും ഇസ്ഫഹാനെയുമൊക്കെ അമേരിക്ക ലക്ഷ്യമിട്ടുവെന്നും അവർ ബുള്ളറ്റിനുകളിൽ ചേർത്തു. ശത്രുക്കളുടെ ദുഷ്ടഗൂഢാലോചനകൾക്കിടയിലും ആണവ രക്തസാക്ഷികളുടെ രക്തത്തിൻ്റെ ഫലമായ ഈ ദേശീയ വ്യവസായത്തിൻ്റെ വികസനപാത തടയാൻ അനുവദിക്കില്ല എന്ന നിലപാടാണിപ്പോൾ ഇറാൻ
പരസ്യമായി പ്രകടിപ്പിക്കുന്നത്. ഇത് അത്യന്തം ആത്മഹത്യാപരം തന്നെയാണ്. തിരിച്ചടികൾക്ക് മുതിർന്നാൽ B-2 ബോംബർ വിമാനങ്ങൾ ഇനിയും ഇറാന്റെ ആകാശത്തെത്തുമെന്ന് ട്രംപ് പറയുന്നത് വെറുതെയല്ല. കാരണം ട്രംപ് പറയുന്നത് പ്രവർത്തിച്ചു കാട്ടുകയും മറുവശത്ത് ചെയ്യുന്നു അമേരിക്കയുടെ പ്രസിഡന്റ്. മേഖലയിലെ US താവളങ്ങൾ കാണിക്കുന്ന ഒരു ഭൂപടം ഇറാൻ ടെലിവിഷനുകളിൽ സംപ്രേക്ഷണം ചെയ്ത് അതിൻ്റെ കമൻറ്റേറ്റർ പ്രഖ്യാപിച്ചു, നിങ്ങൾ അത് ആരംഭിച്ചു, ഞങ്ങളത് പൂർത്തിയാക്കും. ഇറാൻ്റെ സ്റ്റേറ്റ് ബ്രോഡ്കാസ്റ്ററായ IRIBയിലെ ഒരു നിരൂപകൻ ആക്രമണത്തിന് ശേഷം മേഖലയിലെ ഓരോ അമേരിക്കൻ പൗരനും സൈന്യവും ഇപ്പോൾ നിയമപരമായ ലക്ഷ്യമാണ് എന്ന് തൻ്റെ രാജ്യത്തെ ഓർമ്മപ്പെടുത്തി. ആക്രമണങ്ങൾക്ക് ശേഷം റേഡിയേഷൻ ഡിറ്റക്ടറുകൾ റേഡിയോ ആക്റ്റീവ് പ്രകാശനം രേഖപ്പെടുത്തിയോ എന്നതിനെക്കുറിച്ച് ഇറാൻ വിശദീകരണങ്ങളൊന്നും പുറത്തുവിട്ടിട്ടില്ല. ഇറാനുമായി തങ്ങൾക്ക് കൂടുതൽ സംഘർഷം താൽപ്പര്യമില്ല. ആക്രമണങ്ങൾക്ക് തൊട്ടു പിന്നാലെ ഇസ്ലാമിക് റിപ്പബ്ലിക്കിന് അയച്ച സന്ദേശത്തിലും ഇതേ കാര്യം അമേരിക്ക വ്യക്തമാക്കി. ആക്രമണങ്ങൾ ഇറാൻ്റെ ആണവ പദ്ധതികൾ പരിമിതപ്പെടുത്തുന്നതിനുദ്ദേശിച്ചുള്ളതാണ്. ഇനിയും അമേരിക്കയും ഇസ്രയേലിനെയും വെല്ലുവിളിക്കാനാണ് ഇറാൻ്റെ ഭാവമെങ്കിൽ അവർ ഓർക്കട്ടെ, കഴിഞ്ഞ 8 ദിവസങ്ങൾക്കിടെ നാം കണ്ടതിനേക്കാൾ വലിയ സമാധാനം ഇറാനിലുണ്ടാകും അവർ നിശബ്ദരായിരുന്നാൽ, അല്ലെങ്കിൽ വലിയ ദുരന്തമുണ്ടാകുമെന്ന് ഡൊണാൾഡ് ട്രംപ് ഓർമ്മപ്പെടുത്തുന്നു. അമേരിക്കയുടെ കരുത്തുറ്റ നീക്കം ഇപ്പോൾ ലോകം സൂക്ഷ്മതയോടെ വിലയിരുത്തുന്നു. ഇസ്രയേൽ ഇതുവരെ ഒറ്റയ്ക്ക് ഇറാനുമായി പൊരുതി നിന്നുവെങ്കിൽ ഇപ്പോൾ ശക്തനായ ഒരു സുഹൃത്തിന് ലഭിച്ചിരിക്കുന്നു. ഇസ്രയേലിനെ സംബന്ധിച്ച് അവരുടെ ജ്യേഷ്ഠസ്ഥാനത്തുള്ള രാജ്യമാണ് അമേരിക്ക. കഴിഞ്ഞ കുറേ ദിവസങ്ങളായുള്ള നയതന്ത്ര ഇടപെടലുകൾ, അമേരിക്കയുടെ ശക്തമായ നീക്കങ്ങൾ, ഏറ്റവും ഒടുവിൽ പാകിസ്ഥാൻ്റെ സൈനിക മേധാവി അസിം മുനീറിന് വൈറ്റ് ഹൗസിൽ വിരുന്നൊരുക്കി കൊടുത്തുകൊണ്ട് പാകിസ്ഥാനെയും കയ്യിലെടുത്തിരുന്നു അമേരിക്ക. അതിശക്തമായ US ആക്രമണങ്ങൾക്ക് ശേഷം ഇപ്പോൾ ഇറാൻ ഇസ്രയേലിന് നേർക്ക് തുടർച്ചയായി ബാലിസ്റ്റിക് മിസൈലുകൾ വിക്ഷേപിച്ചുകൊണ്ടിരിക്കുന്നു. വടക്കൻ ഇസ്രയേലിൽ ഇറാൻ നടത്തിയ ബാലിസ്റ്റിക് മിസൈൽ ആക്രമണത്തിൽ പരിക്കേറ്റ 11 പേരെ ഡോക്ടർമാർ ഇപ്പോൾ ചികിത്സിക്കുന്നു. 30 വയസ്സുള്ള ഒരാൾക്ക് ഷാർപ്നൽ മൂലം നേരിയ പരിക്കേറ്റു. അമേരിക്ക തുടങ്ങി വെച്ചു. ഇനി അമേരിക്കയ്ക്ക് ഈ യുദ്ധത്തിൽ നിന്ന് പിൻവാങ്ങുക ഒട്ടും എളുപ്പമല്ല. അഥവാ അത്തരം പിന്മാറ്റങ്ങളുണ്ടായാൽ അത് തോൽവി അറിഞ്ഞുകൊണ്ടാണ് എന്ന ആക്ഷേപം കേൾക്കേണ്ടി വരും. ഇറാനെതിരായ യുദ്ധത്തിൽ ഇസ്രയേലിനൊപ്പം അമേരിക്ക കൂടി ചേർന്നതിനെ ഇപ്പോൾ ഇസ്രയേലികൾ വരവേൽക്കുകയാണ്. വലിയ ആഘോഷ പരിപാടികളാണ് അവർ ഇസ്രയേലിൽ സംഘടിപ്പിക്കുന്നത്. ഇറാൻ അമേരിക്കയ്ക്ക് നേരെ നടത്തിയ ഓരോ ഭീഷണികളും പരിഹാസത്തിൽ തന്നെ അമേരിക്ക തള്ളിപ്പറഞ്ഞു. ഒടുവിൽ ഇറാൻ്റെ ആണവ പദ്ധതികൾ മാത്രമല്ല സേനാ കേന്ദ്രങ്ങൾ കൂടി അമേരിക്ക ലക്ഷ്യമിടുമെന്ന സൂചനകൾ പുറത്തു വരുന്നു. ഇറാന് കാര്യങ്ങൾ ഒട്ടും ഭദ്രമല്ല എന്ന് വ്യക്തമാക്കുന്നതാണ് ഇന്ന് രാത്രി നമ്മൾ കേട്ട ഈ റിപ്പോർട്ടുകൾ. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.